ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ കോടതി വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. വിധി നടപ്പാക്കാൻ സർക്കാരിന് കഴിയില്ലെങ്കിൽ ആർക്ക് കഴിയുമെന്ന് കോടതി ചോദിച്ചു. വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ഒരു സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. ആരാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത്? ഇതൊക്കെ വ്യക്തമാക്കണമെന്നാണല്ലോ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് നിലവിൽ ഈ കേസ് പരിഗണിച്ചത്. പ്രധാനമായും ഈ കോടതി വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല, സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നില്ലേ സർക്കാർ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത്. പക്ഷേ സർക്കാർ പറഞ്ഞത് ഈ പള്ളി ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ബലം പ്രയോഗിക്കുന്നതിന് സർക്കാരിന് പരിമിതിയുണ്ട്, പോലീസിന് പരിമിതിയുണ്ടെന്നാണ്. ആ ഘട്ടത്തിലാണ് കോടതി ഉന്നയിച്ചത്. നേരത്തെ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ കോടതി വിധി നടപ്പാക്കിയിട്ടുള്ളത്? ബലപ്രയോഗത്തിലൂടെ അല്ലാതെയും മറ്റു മാർഗങ്ങളുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു. ഒപ്പം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചു. ഈ പള്ളി ഏറ്റെടുക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് യാക്കോബായ വിഭാഗത്തിനോട് ചോദിച്ചു. അത് കോടതി അലക്ഷ്യമല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഒപ്പം ഈ പള്ളി ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നവർ നിങ്ങൾ എന്തിനാണ് ഈ പള്ളിയുടെ മുൻപിൽ വന്ന ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് എന്നൊരു ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഇനി 8-ാം തീയതിയാണ് കേസ് പരിഗണിക്കുക. ആ ഘട്ടത്തിൽ ഈ കോടതി അലക്ഷ്യ നടപടിക്ക് ആരാണ് മുൻകൈ എടുക്കുന്നത് അവരുടെ വിശദാംശങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ ഈ കോടതി പറയുന്നത് പോലെ തന്നെ പള്ളി ഏറ്റെടുക്കാൻ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളിൽ വിശദമായ വിവരം നൽകാനാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതി പരാമർശവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ്.